പ്രേക്ഷകരെ ഒരിക്കൽ കൂടി സ്വാഗതം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞാനിപ്പോൾ ഉള്ളത് ഒരു യഥാർത്ഥ ബസ്സിലല്ല കേട്ടോ, ഓഗ്മെന്റഡ് റിയാലിറ്റി ബസ്സിലാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, യാത്രക്കാരൊക്കെ വരും. അല്പസമയത്തിനുള്ളിൽ ഉദ്ഘാടനം നടക്കാൻ പോവുകയാണ്. എല്ലാ ക്രമീകരണങ്ങളും ഇപ്പോൾ ആയിക്കഴിഞ്ഞിരിക്കുന്നു. KSRTC ബസ്സിലെ ഇങ്ങനെ ഇരുന്നിട്ടേ നല്ല ചെറിയ ചാറ്റൽ മഴ സമയത്ത് ഇതേപോലെ കൈ ഇങ്ങനെ വെച്ചിട്ട് ഈ വിൻഡോയിലൂടെ പുറത്തേക്കുള്ള കാഴ്ചകളൊക്കെ നോക്കി, ഗ്രാമാന്തരീക്ഷമൊക്കെ നോക്കി, തണുത്ത കാറ്റടിച്ച് ചെവിയിലൊരു ഇയർ പീസ് ഫോണും കൂടി വെച്ചിട്ട് പാട്ടൊക്കെ കേട്ട് പോകുന്നൊരു ഫീൽ ഉണ്ടല്ലോ, അത് എത്ര വിമാനത്തിൽ കയറിയാലും കിട്ടൂല. അതാണ് നമ്മുടെ KSRTC ആനവണ്ടിയിൽ സഞ്ചരിക്കുമ്പോൾ. മാത്രമല്ല, നമ്മുടെ വണ്ടിയാണ് എന്ന തോന്നലാണ് നമ്മൾ സഞ്ചരിക്കുക, അല്ലേ? അപ്പോൾ KSRTCയിൽ ആനവണ്ടി എന്ന് നമ്മൾ പറയുന്ന നമ്മളുടെ വണ്ടിയിൽ നമ്മളുടെ ബസ് യാത്രയ്ക്ക് നമ്മൾ തയ്യാറെടുക്കുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, എനിക്കൊപ്പം കുറച്ചധികം യാത്രക്കാരികൾ കൂടി അല്പസമയത്തുള്ളിൽ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കൊപ്പം കൂടും. യാത്രകളെ സ്നേഹിക്കുന്നവരാണ് നമുക്കൊപ്പം ഉണ്ടാവുക. നമുക്ക് അവരുടെയൊക്കെ വിശേഷങ്ങളൊക്കെ ചോദിക്കാം. അപ്പോൾ നമ്മൾ നേരെ തലസ്ഥാനത്തേക്ക് കൂടി പോകുന്നു. UDF സർക്കാരിന്റെ സ്വപ്ന പദ്ധതി പ്രിയദർശിനിക്ക് തുടക്കമാവുകയാണ്. മുഖ്യമന്ത്രിയും ഗതാഗത മന്ത്രിയും ഉൾപ്പെടെയുള്ളവർ ആദ്യ യാത്രയുടെ ഭാഗമാകാൻ പോകുന്നു. അല്പസമയത്തിനുള്ളിൽ ഉദ്ഘാടന ബസ് അവിടെ തയ്യാറാണ്. ARന്റെ KSRTC ബസ് ഇവിടെ ഫ്ലോറിലും തയ്യാറാണ്. എല്ലാ ജില്ലകളിലും പ്രത്യേകം ഉദ്ഘാടന പരിപാടിയുണ്ട്. 91 ഡിപ്പോകളിലാണ് ഇന്ന് ഉദ്ഘാടന പരിപാടി ഉള്ളത്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മൾ ഈ AR സ്റ്റുഡിയോയിൽ നിന്ന് നേരെ തിരുവനന്തപുരത്തെ റിയൽ ഫീൽഡിലേക്ക് ഇറങ്ങുന്നു. TV പ്രസാദ്, അശ്വിൻ ഡിയാക്കോ, അഭിജിത്ത് മുഴക്കുന്ന്, AV ജയശങ്കർ എന്നിവർ തത്സമയം നമുക്കൊപ്പം ചേരും. ഗതാഗത മന്ത്രി അടക്കമുള്ളവർ ഇപ്പോൾ എത്തിച്ചേർന്നിട്ടുണ്ട്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. TV പ്രസാദ് ഉണ്ട്. TV പ്രസാദ്, ഒരുക്കങ്ങളെല്ലാം പൂർണ്ണം. ഇനി 15 മിനിറ്റിനുള്ളിൽ ഇന്ന് ജൂൺ മാസം 15-ാം തീയതി സ്ത്രീ സൗജന്യ യാത്ര ആരംഭിക്കുമല്ലേ TV പ്രസാദ്? ഗുഡ് മോർണിംഗ് അരുൺ, ഗുഡ് മോർണിംഗ്. ഇവിടെ ഒരുക്കങ്ങളെല്ലാം തകൃതിയാണ്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. CP ജോൺ അഭിവാദ്യം അർപ്പിക്കുന്ന NGO അസോസിയേഷൻ പ്രവർത്തകരെയാണ് കാണുന്നത്. സർക്കാരിന്റെ ആദ്യം തന്നെ ഇന്ദിരാ ഗ്യാരണ്ടി KSRTC സൗജന്യ യാത്ര വനിതകൾക്ക് വേണ്ടി നടപ്പിലാക്കിയ ആ ഒരു സന്തോഷമാണ് അവർ പങ്കെടുക്കുന്നത്. സൗജന്യ യാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങിയാണ്. അതെ അതെ, രാവിലെ അതെ. എങ്ങനെയാ ഇതിനെ കുറിച്ച് എങ്ങനെയാണ്? നല്ല അഭിപ്രായമാണ്. നല്ല അഭിപ്രായമാണ്. ആദ്യ ബസ്സിൽ തന്നെ യാത്രയാണ്. ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ ആദ്യ ബസ് യാത്രക്ക് തയ്യാറായി കുറച്ചു പേരുണ്ട്. നമുക്ക് ബസ് കാണാം. ബസ് ഇത് എവിടെയുണ്ട്? പെരുമാതുറയിലേക്കാണ് ആദ്യത്തെ ട്രിപ്പ്. ഈ ട്രിപ്പിൽ ആരൊക്കെയാണ് ഉണ്ടാവുക എന്ന് അവരുടെ ബോർഡിൽ സീറ്റുകളിൽ നേരത്തെ തന്നെ ഉറപ്പിച്ചു വെച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി തുടങ്ങി അഡീഷണൽ ചീഫ് സെക്രട്ടറി വരെയുള്ള ഓരോ ആളുകളുടെയും പോസ്റ്റ് ഇതിൽ ഈ സീറ്റിൽ നമുക്ക് കാണാം. തൊട്ട് ആദ്യത്തെ, അതായത് ഡോറിന്റെ തൊട്ട് പിറകിലുള്ള സീറ്റിലാണ് മുഖ്യമന്ത്രി VD സതീശൻ യാത്ര ചെയ്യുന്നത്. അതിന്റെ തൊട്ടടുത്ത് ഗതാഗത മന്ത്രി CP ജോൺ യാത്ര ചെയ്യും. അങ്ങനെയുള്ള ഒരു ക്രമീകരണമാണ് ഈ ബസ്സിൽ ഏർപ്പാടാക്കിയിരിക്കുന്നത്. ഇതിൽ മാധ്യമപ്രവർത്തകർക്ക് ഇതിൽ പ്രവേശനമില്ല. മാധ്യമപ്രവർത്തകർക്ക് വേണ്ടി മറ്റൊരു ബസ് ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ആദ്യ ബസ്സിൽ യാത്ര ചെയ്യുന്നതിന് വേണ്ടി നിരവധി സ്ത്രീകൾ രാവിലെ തന്നെ ഇവിടെ എത്തിത്തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് കാണാം ഇവിടെ, അതായത് നിരവധി പേർ രാവിലെ മുതൽ തന്നെ ഇവിടേക്ക് എത്തിത്തുടങ്ങിയിട്ടുണ്ട്. UDF സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും അഭിമാനകരമായ ഒരു പദ്ധതിയാണ്. ഈ സമയം ഓർഡിനറി ബസ്സിൽ മാത്രമാണ് നടപ്പിലാക്കുന്നത് എന്ന പരിമിതിയുണ്ട്. പക്ഷേ അത് പിന്നീട് 100 ദിവസത്തെ പരിശോധനയ്ക്ക് ശേഷം അതിൽ നിന്ന് മാറ്റമുണ്ടാകും എന്ന പ്രതീക്ഷയാണ് എല്ലാ സ്ത്രീകളും പങ്കുവയ്ക്കുന്നത്. എന്തായാലും വലിയ ഉദ്ഘാടന ചടങ്ങ് ആവേശകരമായ ചടങ്ങാക്കി മാറ്റാനുള്ള എല്ലാ ഒരുക്കങ്ങളും ഇവിടെ പുരോഗമിക്കുകയാണ്. ഈ ബസിന്റെ ഈ ഭാഗത്ത് പ്രിയദർശിനി സ്ത്രീ സൗജന്യ യാത്ര എന്ന് എഴുതി വെച്ചിട്ടുണ്ടാകും. സ്ത്രീ യാത്രക്കാർക്ക് സൗജന്യമായി യാത്ര ചെയ്യേണ്ടവർക്ക് ഇങ്ങനെയാണ് തിരഞ്ഞെടുക്കേണ്ടത്. ബസിന്റെ ഇടതുഭാഗത്ത്, ഈ പറയുന്ന വലതുഭാഗത്ത് താഴെ പ്രിയദർശിനി സ്ത്രീ സൗജന്യ യാത്ര എന്ന് എഴുതി വെച്ചിട്ടുണ്ടാകും. ഓർഡിനറി ബസ്സുകളിലാണ്. ആദ്യ ബസ് പെരുമാതുറയിലേക്കാണ് പുറപ്പെടുന്നത്. ഇവിടുന്ന് VD സതീശനും ഗതാഗത മന്ത്രിയും ഉൾപ്പെടെയുള്ളവർ ഇവിടെ നിന്ന് യാത്ര തിരിക്കും. ഇവിടെ നിന്ന് യാത്ര തിരിച്ച് സെക്രട്ടേറിയറ്റിൽ അവർ പ്രതീകാത്മകമായി സൗജന്യ യാത്ര ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഇറങ്ങും. ഗതാഗത മന്ത്രി ബസ്സിലേക്ക് കയറി വരുന്നതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത്. അരുൺ, ഇവിടെ നിന്ന് കയറിപ്പോയതിനു ശേഷം 9 മണിയോടുകൂടി സംസ്ഥാനത്തെ എല്ലാ ഓർഡിനറി ബസ്സുകളിലും ഈ പദ്ധതി നടപ്പിലാക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങൾ CP ജോൺ ബസ്സിനടുത്തേക്ക് നീങ്ങുന്നു. ഗതാഗത മന്ത്രിയാണ്. നമുക്കറിയാവുന്നതുപോലെ ഇന്ദിരാ ഗ്യാരണ്ടി UDFന്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായിരുന്നു. വനിതകളുടെ, സ്ത്രീകളുടെ സൗജന്യ യാത്ര, അതിന്റെ ഉദ്ഘാടനം ഇന്ന് നടക്കുന്നു എന്നതാണ് UDF പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനകരമായ നിമിഷം. നിരവധി സ്ത്രീ യാത്രക്കാർ ഇന്നു മുതൽ തന്നെ സൗജന്യമായി യാത്ര ചെയ്തു തുടങ്ങും. പ്രത്യേകിച്ച് ചെറിയ വരുമാനമുള്ള സ്ത്രീകൾക്കാണ് ഈ പദ്ധതിയുടെ ഏറെ പ്രയോജനം ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. ബസ്സിനുള്ളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ PRD ആണ് നമുക്ക് നൽകുക.